ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു ചെറിയ സ്കിൻ കെയർ മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എനിക്ക് കുറേ മെസ്സേജസ് ഇങ്ങനെ കമൻസിലാണെങ്കിലും മെയിലായിട്ടാണെങ്കിലും ഒക്കെ വരാറുണ്ട്. അവരുടെ സ്കിൻ ടൈപ്പ് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, പക്ഷെ എന്നാൽ പിമ്പിൾസും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്കിൻ ടൈപ്പ് എന്ത് പ്രോഡക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും പിമ്പിൾസ് വരാണ്, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് മാറുന്നില്ല. ചിലപ്പോഴൊക്കെ ഓയിലി ആവുന്ന ഫേസ്, ചിലപ്പോഴൊക്കെ ഡ്രൈ ആയിരിക്കണം. അതുകൊണ്ട് കറക്റ്റ് ഏതാണ് സ്കിൻ ടൈപ്പ് എന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്ത് പ്രോഡക്റ്റ് ഇടണമെന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും എന്താണ് നമ്മൾ ആ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ മിസ്റ്റേക്ക് എന്താണെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് പറയാം. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ മിക്ക വീഡിയോസിലും ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ വരാറുണ്ട്. പണ്ടൊരിടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കാറില്ല, കാരണം ഞാൻ പലതും മിക്സ് ചെയ്തിടാം. അപ്പോൾ കുറേ മിക്സ് ചെയ്തിടുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു സിംഗിളായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആട്ടോ, നല്ലൊരു അടിപൊളി പിങ്ക് ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത്. ഇത് കെ ബ്യൂട്ടിയുടെ മാറ്റ് ഡ്രാമ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അതിന് ഷെയ്ഡ് വന്നിട്ട് കാമിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതെന്തുകൊണ്ടാണ് ലോങ് സ്റ്റേ എന്ന് ഇട്ടേക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ആവും. ഞാനിപ്പോൾ ലിപ്സിൽ ഇത് ഇട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഡാബ് ചെയ്ത് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം അതിൻ്റെ മേലെ കൂടെ ഞാൻ എനിക്ക് കളർ ഇച്ചിരി ഡിമ്മായ പോലെ തോന്നി. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് സെയിം ഷെയ്ഡ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് ഇതിൽ വരണത്. അപ്പോൾ കളർ ഇച്ചിരി ഡിമ്മായെന്ന് എനിക്ക് തോന്നിയതിനാൽ ഞാൻ അതിൻ്റെ മേലെ കൂടെ കുറച്ചിട്ടു. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കയ്യിൽ തന്നെ കാണിച്ചു തരാം, എന്തായാലും വരും. കണ്ടോ, ഇത് ഞാൻ അടിയിൽ ഒന്ന് പൗഡർ വെച്ച് ഡാബ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ വരാൻ. അല്ലെങ്കിൽ ഫുള്ളായിട്ട് അതേപോലെ ലിപ്സ്റ്റിക്കിൽ അതേപോലെ തന്നെ നമുക്ക് കയ്യിൽ അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു ലിപ്സിൻ്റെ ആ ഒരു പ്രിൻറ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒട്ടും എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി എന്തെങ്കിലും ഹാക്ക് ഉണ്ടോ, അതോ ഇത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണോ, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പാക്കേജിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മാഗ്നറ്റിക് പാക്കേജിങ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് എന്ത് രസമായിട്ടുള്ള ഷെയ്ഡാന്ന് നോക്കിയേ. സൂപ്പർ ആയിട്ടുള്ളൊരു ഷെയ്ഡും അടിപൊളിയാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് മെൽറ്റ് ആണ്. അതായത് വെറുതെ നമ്മൾ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാറിലൊക്കെ പോകുകയാണെങ്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇതിന് ചുറ്റിനും മെൽറ്റായിട്ടിരിപ്പുണ്ടാവും. അത്ര ഭയങ്കര ബട്ടറി സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഹാക്ക് നിങ്ങൾക്ക് അറിയെങ്കിൽ പറഞ്ഞു കേട്ടോ, അതൊന്ന് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്യണതിൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിലോ. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നും, പിന്നെ നമ്മൾ രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നും. ഈ രണ്ട് ടേം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ സ്കിന്നിൽ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്കിൻ ടൈപ്പാണ്. നമുക്ക് എല്ലാവർക്കും വരുന്ന പോലത്തെ ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെയുള്ള ഒരു സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ നമുക്ക് സിബം പ്രൊഡക്ഷൻ കുറവായിരിക്കും. ഈ ഒരു സിബം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ ആ നാച്ചുറലി ഉള്ള ആ ഒരു ഗ്ലോയും അതുപോലെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റും ആ ഒരു നന്നായിട്ട് സ്മൂത്ത് ആയിട്ടൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിബം വേണം. സിബം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അകത്തോട്ട് പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്തൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു പുറം ലെയറിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഓയിലിനെസ്. അത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് കുറേ പ്രൊഡ്യൂസ് ചെയ്യും, ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, നോർമൽ സ്കിന്നുള്ളവർക്ക് കറക്റ്റ് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ സിബം പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഡ്രൈ സ്കിൻ ആകുമ്പോഴേക്ക് സിബം പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ കുറവായിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെ ലൈൻസ് വരാം, ഇവിടെയൊക്കെ ലൈൻസ് വരാൻ കാരണവും. അതുപോലെ സ്കിന്ന് ഇച്ചിരി ഏജിങ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്കിന്നിൽ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ഉണ്ടാവും. ഇങ്ങനെ ഭയങ്കര ഒരു മൊരിഞ്ഞിരിക്കണ പോലെ നമ്മുടെ സ്കിന്നുണ്ടാവും. ഭയങ്കര വലിഞ്ഞ് മുറുകിയിരിക്കുന്ന പോലെ നമ്മുടെ സ്കിന്ന് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് ഈ ഒരു ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംഭവം. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, കുറച്ച് എക്സ്ട്രാ ഓയിൽ ഇല്ലെങ്കിൽ ക്രീമി ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് മോയ്സ്ചർ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ വേണം നമ്മളെ സ്കിന്നിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഡ്രൈ സ്കിന്നിന് ഇച്ചിരി ആ ഒരു വലിവൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവണമെങ്കിൽ കുറച്ചൊരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും കുറച്ചൊരു ഓയിലി ഇല്ലെങ്കിൽ തിക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്.
ഇനി അടുത്ത വന്നിട്ട് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ. ഈ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും ഏകദേശം ഈ ഒരു ഡ്രൈ സ്കിന്നിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുക. അതായത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് വലിഞ്ഞു മുറുകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഓയിലി ആയിട്ട് വരും, ഇല്ലെങ്കിൽ ചെറിയ പിമ്പിൾസ് വരും. ചെറിയ പിമ്പിൾസ് എന്നല്ല, അല്ലാതെ ആക്നീസ് എന്തിട്ടിട്ടുണ്ടെങ്കിൽ ആക്നീസ് വരാൻ തുടങ്ങും. സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും, എന്തിട്ടിട്ടുണ്ടെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങും. അതാണ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ. ഈ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്കിൻ കണ്ടീഷൻ മാത്രമാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറുന്നതിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റമോ അല്ലെങ്കിൽ നമ്മൾ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഡിഫറൻസസ് ഒക്കെ കൊണ്ടിട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ വരാം. അതായത് നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിലൊക്കെ നന്നായി ഡീഹൈഡ്രേറ്റഡ് സ്കിന്ന് വരാം. എന്ന് വെച്ചാൽ നമ്മുടെ അതൊരു സ്കിൻ ടൈപ്പ് അല്ല. അതായത് നമുക്ക് സിബം പ്രൊഡ്യൂസ് ചെയ്യണതിൻ്റെ കുറവോ അങ്ങനെ ഒന്നും അല്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ഇൻടേക്ക് ചെയ്യണത് കുറയുമ്പോൾ നമ്മൾ സ്കിന്നിലോട്ട് കൊടുക്കുന്ന എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ മാറി ട്രൈ ചെയ്ത് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരാത്ത പ്രൊഡക്റ്റൊക്കെയാണ് ഇട്ടേക്കണമെങ്കിൽ അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ്, അതായത് അതിന് ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ പറ്റാതെ ആകും. അതാണ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്കിൻ ടൈപ്പ് ഉള്ളവരായിരിക്കും മിക്ക ആളുകളും. നമുക്കിപ്പോൾ എല്ലാവർക്കും തന്നെ വെള്ളം കൂടി ഭയങ്കര കുറവാണ്, പ്രോഡക്റ്റ് ഉപയോഗിക്കണമെന്നാണെങ്കിലും നമ്മുടെ സ്കിൻ ടൈപ്പിന് അല്ലാത്ത പ്രോഡക്റ്റാണ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ വരും. പിന്നെ പെട്ടെന്ന് ഉണ്ടാവുന്ന ക്ലൈമറ്റിക് ചേഞ്ചസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വാട്ടർ റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പോൺസിൻ്റെ ഒരു ജെൽ മോയ്സ്ചറൈസർ ഇല്ലേ, അങ്ങനെ ഈ ജെൽ മോയ്സ്ചറൈസേഴ്സ് എല്ലാം തന്നെ വാട്ടർ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഹൈലറോണിക് ആസിഡ് ഉള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്യുക, സിറംസ്, ഹൈലറോണിക് ആസിഡിൻ്റെ സിറംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ വാട്ടറിന് കൂടുതൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുന്ന പ്രോഡക്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്കിൻ കണ്ടീഷൻ മാറും. നോർമലി നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണോ അതാകും. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഉണ്ടായിരുന്ന ഇഷ്യൂ, ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നാണ്, ഡ്രൈ സ്കിന്നാണെന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നല്ല. കാരണം എൻ്റെ ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ ഫേസിൽ നിറയെ ഓയിൽ ഉണ്ടാവാറുണ്ട്. എൻ്റെ സ്കിന്നിൽ പറ്റിയിട്ടുണ്ടായിരുന്നതാണ്, എൻ്റെ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നായിരുന്നു. അതായത് വാട്ടർ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ സ്കിൻ ഡ്രൈ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള വാട്ടർ റിച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സും പിന്നെ ഞാൻ ഒരുപാട് വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുറേ മാറ്റം വന്നു കേട്ടോ. അതായത് നമുക്ക് ആ ഒരു പിമ്പിൾസ് കുറഞ്ഞു, എക്സ്ട്രാ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് കുറഞ്ഞു, നല്ല കറക്റ്റ് ആ ഒരു ഇല്ലെങ്കിൽ ഞാൻ അറിയാം മോയ്സ്ചറൈസർ ഇപ്പോൾ ഞാൻ എപ്പോഴും ഇടുക ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള റിച്ച് മോയ്സ്ചറൈസർ ഇടും. അപ്പോൾ എന്താ വെച്ചാൽ ഇടുന്ന ടൈമിൽ എനിക്ക് ആ ഒരു വലിഞ്ഞ് മുറുകി നിൽക്കുന്നത് മാറും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഫുൾ അങ്ങോട്ട് ഓയിലി ആവും, മുഖം മൊത്തം ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്താണോ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇങ്ങനെ വരണം എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ വരണേന്ന്. പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജെൽ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഉപയോഗിച്ചത് ഈ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഉപയോഗിച്ചല്ല കേട്ടോ. എനിക്ക് അതിടുമ്പോൾ എൻ്റെ സ്കിന്നിന് കറക്റ്റ് ആ ഒരു ഡ്രൈനെസ് മാറുന്നുണ്ട്, നന്നായിട്ട് മോയ്സ്ചറും കിട്ടുന്നുണ്ട്, അതായത് ഭയങ്കര ഓയിലി ആവുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജെൽ മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങി, ആക്നീസ് വരുന്നത് കൊണ്ടും കൂടിയിട്ട് കേട്ടോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആയതുകൊണ്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നിറയെ വ്യത്യാസം വന്നു സ്കിന്നിൽ. ആ ഒരു നമ്മൾ ചെറിയ ഒരു തെറ്റ് മാറ്റിയപ്പോൾ തന്നെ നന്നായിട്ട് വ്യത്യാസം വന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണോ ഉപയോഗിക്കണമെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആക്നീസ് വരുന്നുണ്ട്, പിന്നെ ഭയങ്കര ഡ്രൈനെസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓയിലി ആവും, ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവും, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കൂ. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. ഓക്കെ, എനിക്ക് എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, നമുക്ക് തൊടുമ്പോൾ തന്നെ ഓക്കെ മോയ്സ്ചർ ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ അറിയാം. മറ്റേ ഭയങ്കര ഡ്രൈ ആയിട്ട്, ചില സമയം ഭയങ്കര ഓയിലി ആയിട്ടൊരു, ചില സമയം ഇച്ചിരി ഡ്രൈ ആയിട്ടൊരു, അങ്ങനത്തെ ഒരു മാതിരിയുള്ളൊരു സ്കിൻ കണ്ടീഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ അങ്ങനെ സ്കിന്നിന് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, ചെറിയൊരു ടോപ്പിക്കായിരുന്നു, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു സ്കിൻ കണ്ടീഷൻ ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഭയങ്കര ഓയിലി ആവും, ഡ്രൈ ആവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് പറയാം. നമ്മുടെ ചാനലിൽ മെമ്പർ ആവുക, താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വ്ളോഗ്സും അങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾക്ക് ഒരു വ്ളോഗിങ് ചാനലും കൂടി ഉണ്ട്, SimplyMyStyle വ്ളോഗ്സ് എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവാണ്. അവിടെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ കുട്ടി ടിപ്പ് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ.